ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാലും പഞ്ചസാരയൊക്കെ വാങ്ങാൻ വന്നവരെ വിട്ടതിന് ശേഷം ശ്രുതി ചോദിക്കും, എന്താ എല്ലാവർക്കും പറ്റിയത്? അപ്പോൾ പ്രമീള പറഞ്ഞു കൊടുക്കുകയാണ്, അത് പാലിനും പഞ്ചസാരയ്ക്കും ഒന്നും വന്നതല്ല, നിന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭർത്താവിനെയോ? അതിനെന്തിനാ അവർ പാലും പഞ്ചസാരയും ചോദിക്കുന്നത്? അത് പിന്നെ അങ്ങനെയാടി, അവർക്ക് നിന്റെ ഭർത്താവിനെ കാണാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അതിനായി പാലും പഞ്ചസാരയും ചോദിച്ചു വന്നത്. ഓ അങ്ങനെ. അപ്പോൾ പ്രമീള ചോദിക്കും, അശ്വിൻ മോൻ ഉറങ്ങിക്കാണോ? ഏയ്, ആൾക്ക് പകലുറക്കം പതിവില്ല, ഇപ്പോൾ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് ശ്രുതി പറയുമ്പോൾ, ജോലി എപ്പോൾ തീരും ചോദിക്കാട്ടോ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പറയാണ് ശ്രുതി. അല്ല, സുമയും വിമലയൊക്കെ ആളെ കാണാൻ പറ്റാതെ വിഷമിച്ചാ ഇവിടുന്ന് പോയത്, അവർക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അമ്മായി ചോദിക്കുമ്പോൾ, അതിനെന്താ അമ്മായി, അവരെയൊക്കെ വിളിച്ചോ, അശ്വിൻ സാറിന് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും കാണില്ല എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ശ്രുതി. അങ്ങനെ അമ്മായി ചെന്ന് അവരെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ലാപ്ടോപ്പുമായി ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടെടുക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ ജനാലകളൊക്കെ തുറന്നിടുന്നുണ്ട്. കൂടാതെ ലാപ്ടോപ്പ് വെക്കാനുള്ള സ്ഥലം നോക്കുമ്പോൾ അവിടെ കാണുന്ന മേശയിൽ നിറച്ചും ശ്രുതിയുടെ വളയും മാലയും ഒക്കെ ആയിരിക്കും കേട്ടോ. അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ലാപ്ടോപ്പ് വെച്ചിട്ട് ജോലി ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ അമ്മായും പ്രമീളയും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രാധേ നീ വിളിക്ക്, പ്രമീള അടുത്ത് നീ വിളിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ. അപ്പൊ അതും കേട്ട് അശ്വിൻ ചോദിക്കും, ആരാ അവിടെ, ആന്റിയാണോ എന്നും ചോദിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, മോനെ കാണാൻ രണ്ടാൾക്കാർ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയണേ. ഓ, അവര് വന്നോ? ആ, അവര് എ സിയും കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ പ്രമീളയും രാധയും ചോദിക്കും, എ സിയും കൊണ്ടോ എന്ന് പറഞ്ഞ് അശ്വിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ആളെത്തിയല്ലോ, ഇതാണ് എന്ന് പറഞ്ഞിട്ട് അയൽപക്കത്തെ ചേച്ചിമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ അശ്വിനെ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാനങ്ങ് പോട്ടെ എന്ന് പറയാണ് അശ്വിൻ. അയ്യോ, അതെന്തൊരു പോക്കാ, നിങ്ങളെ കാണാനല്ലേ ഇവർ വന്നത്, അവിടെ നിൽക്ക് എന്ന് പറയണേ. ശ്രുതിമോളെ, നിന്റെ ചെക്കനെ കാണാൻ നല്ല ശീലുണ്ട് എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ ഇപ്പോൾ രാധയെയും കൃഷ്ണനെയും പോലെയുണ്ട് എന്ന് പറയുന്നത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് അങ്ങ് നാണം വരികയാണ് കേട്ടോ. അപ്പോൾ കല്യാണി അമ്മൂമ്മ പറയുന്നുണ്ട്, നിന്റെ ചെക്കനെ കാണാനൊക്കെ ഭംഗിയുണ്ട്, വല്ല പഠിപ്പും വിവരമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്ത് ചോദ്യ കല്യാണി അടുത്തി, ഞങ്ങളുടെ മരുമോന് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, പോരാത്തതിന് ബിസിനസ്സുകാരനാ. ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യാപാരോ കച്ചവടമോ മറ്റോ ആണോ? ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാ, 500 ജോലിക്കാരുണ്ട് ഇദ്ദേഹത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതി. അപ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, അപ്പൊ നമ്മുടെ രഘുവിനെ പോലെ ആയിരിക്കും കോൺട്രാക്ട് ബിസിനസ്, അവന്റെ കീഴിലും ഉണ്ടല്ലോ 10-50 പേര് ജോലിക്കാർ. ഇത് കേട്ടതും അശ്വിൻ, എനിക്ക് ചെയിൻ ഓഫ് ബിസിനസ്സാ എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ കല്യാണി അമ്മൂമ്മ പറയുന്നുണ്ട്, ചെയിനിന്റെ ബിസിനസ് ആണല്ലേ, അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് ചെയിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ. അയ്യോ അമ്മൂമ്മേ, ചെയിനിന്റെ ബിസിനസ് അല്ല, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാന്ന് പറയട്ടോ ശ്രുതി. എന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മൂമ്മ ചോദിക്കും, നിന്റെ ഭർത്താവ് എന്തൊക്കെയാ നിന്നോട് ചോദിക്കുന്നത്? ഏയ് ഒന്നില്ല അമ്മൂമ്മ, അവരെ കിട്ടിയത് എന്റെ ഭാഗ്യാണ്, ഇനി അടുത്ത ജന്മവും നീ തന്നെ വേണം കൂടെ എന്ന് പറയായിരുന്നു. അടുത്ത ജന്മം മാത്രമല്ല, ഇനിയുള്ള 7 ജന്മങ്ങളും നീ തന്നെ ആയിരിക്കും ഇവന് തുണയായി ഉണ്ടാവുന്നത്. എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ അങ്ങനെയാ തോന്നിയതെന്ന് പറഞ്ഞിട്ട് അശ്വിനെ പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് ആ അമ്മൂമ്മ. അതിനുശേഷം നിങ്ങൾ ചായ കുടിക്ക്, എനിക്ക് അല്പം ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാണേ. പിന്നാലെ നമ്മുടെ ശ്രുതിയും പോകുന്നുണ്ട്. അപ്പോൾ കോണി ഇങ്ങനെ കയറുന്ന സമയത്ത്, അതെ പിന്നെ എന്ന് പറഞ്ഞ് ശ്രുതി പിന്നാലെ പോയതും അങ്ങ് തെന്നി വീഴുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങ് പേടിക്കുകയാണ്. കുറച്ചു നേരം കണ്ണിലേക്കും കമ്മലിലേക്കൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ അടുത്തേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി അങ്ങ് വിട്ട് കളയാണ് കേട്ടോ. അതിനുശേഷം ശ്രുതി ആണെങ്കിൽ കുറച്ചു നേരം അത് ആലോചിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം തങ്കൻ അങ്കിൾ, ശ്രുതിമോളെ, അശ്വിൻ സാറേ എ സി വന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. അപ്പൊ പ്രമീളയും രാധയും ചോദിക്കുന്നുണ്ട്, എ സിയോ? അതെ, അശ്വിൻ സാറ് പറഞ്ഞിട്ട് ഇയാളാ കൊണ്ടുവന്നത്, ഇയാളെ ജംഗ്ഷനിൽ നിന്ന് കറങ്ങുമ്പോ എന്നെ കണ്ടു, ഞാൻ അയാളെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ അശ്വിനോട് എ സി ഇതാന്ന് പറയണേ. ഏത് റൂമിലാ എ സി വെക്കേണ്ടത്? വരൂ ഞാൻ കാണിച്ചു തരാന്ന് പറയുമ്പോഴേക്കും തങ്കൻ ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്റെ സഹായം വേണ്ടി വരില്ലേ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ എ സി കൊണ്ടുവന്ന ആള് പറയുന്നുണ്ട്, ഇത് പഴയ വീടായതുകൊണ്ട് ഔട്ട്ഡോർ യൂണിറ്റ് താങ്ങുമോന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും അമ്മായിക്ക് അങ്ങ് ചൂടാവാണ് കേട്ടോ. ഇത് പഴയ വീടാണെങ്കിലും ഇതിന്റെ ചുമരിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രമീള, രാധേ മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ റൂം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോഴേക്കും തങ്കൻ ഒരു കിറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാറിന്റെ ഡ്രൈവർ കൊണ്ടുവന്നതാ എന്നും പറഞ്ഞു. അപ്പൊ ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. ഇതെന്റെ സോപ്പും ഹാൻഡ് വാഷ് ഒക്കെയാ, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച ശീലം,
അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ പ്രമീള കേൾക്കൂട്ടോ. അപ്പൊ പ്രമീള കേട്ട് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോനെ, മോന്റെ സന്തോഷത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ മുഖമൊക്കെ വാടുന്നുണ്ട്. അങ്ങനെ ആ അയൽവാസികൾ പറയുന്നുണ്ട്, കോളടിച്ചല്ലോ രാധേ, വീട്ടിൽ പുതിയ മരുമകനൊക്കെ വന്നപ്പോഴേക്കും AC കിട്ടി, ഇനി ഫ്രിഡ്ജും TV ഒക്കെ പിന്നാലെ വന്നേക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും തങ്കൻ, അതെന്താ പുതിയ മരുമക്കൾക്ക് TV AC ഒന്നും വാങ്ങി വെക്കാൻ പറ്റില്ലേ, സ്നേഹമുള്ള മരുമക്കൾ അങ്ങനെയാ, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും അവര് ചോദിക്കും, അതിന് ഞങ്ങൾക്ക് അസൂയ എന്ന് തങ്കനോട് ആരാ പറഞ്ഞത്, അതിന് പറയണോ, നിങ്ങളെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്ന് പറയുമ്പോഴേക്കും അമ്മായി വന്ന് എല്ലാത്തിനെയും ഓടിച്ചു വിടുകയാണ് കേട്ടോ. അതിനുശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നിന്റെ ഭർത്താവ് വല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ അവിടെ, AC വാങ്ങുന്നതിനെ കുറിച്ച് നിനക്കെങ്കിലും ഞങ്ങളെ ഓർമ്മിപ്പിക്കായിരുന്നു, ഞങ്ങൾ എവിടെന്നെങ്കിലും ക്യാഷ് സംഘടിപ്പിച്ച് വാങ്ങി വെക്കുമായിരുന്നല്ലോ, ഇത് വളരെ മോശമായിപ്പോയി എന്ന് പറയുമ്പോൾ ശ്രുതിക്കാകെ വല്ലാണ്ട് ആവാണ്. ശ്രുതി പറയും, അത് കുഴപ്പമില്ല അമ്മായി, AC കൊണ്ടുവന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, അദ്ദേഹത്തിന് AC ഇല്ലാതെ പറ്റില്ല, അതായിരിക്കും എന്ന് പറഞ്ഞ് അമ്മായി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ പ്രമീള വന്ന് ശ്രുതിയെ ആശ്വസിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ.